നമുക്ക് ഇറ്റ് മേക്ക് സെൻസ് അല്ലെ? ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവിടെ ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഒരേപോലെ ഫോഴ്സ് കൊടുക്കുമ്പം റിമൈൻഡ് ചെയ്യുക, ഓക്കെ സെയിം ഡയറക്ഷൻ ആണ്. പെട്ടെന്ന് ഞാൻ കൈയെടുത്ത്. ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് കോമ്പസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT 8ാം ക്ലാസ്സിന്റെ സയൻസിൽ ചാപ്റ്റർ 11 ആയിട്ട് വരുന്ന ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോഴ്സിനെ പറ്റിയിട്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരാൾ പൂ പറിക്കുന്ന ഒരു ഫിഗറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. പൂ പറിക്കാൻ നമ്മൾ എങ്ങനെയാണ്? നമ്മളതിൻ്റെ തണ്ടേ പിടിച്ചിട്ട് ഇങ്ങനെ നുള്ളിയാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു പുഷ് എഫക്റ്റിലാണ് നമ്മൾ ആ പൂ പറിച്ചെടുക്കുന്നത് ചെടിയിൽ നിന്ന്. രണ്ടാമത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരാൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഡോർ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മൾ ആ ഡോറിൻ്റെ ഹാൻഡിലെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഡോർ ഓപ്പൺ. അതൊരു ഒരു പുഷ് എഫക്റ്റ് ആണ് അല്ലേ? പക്ഷെ ഡോർ അടയ്ക്കുന്നത് എങ്ങനെയാണ്? ഒരു പുൾ എഫക്റ്റ്. നമ്മൾ ഒന്ന് അങ്ങോട്ടേക്ക് ഒരു പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ഡോറ് അടയ്ക്കുന്നത്. ഈ മൂന്നാമത്തെ ഫിഗർ കണ്ടോ? ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു പെട്ടി ലിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ പെട്ടി ലിഫ്റ്റ് ചെയ്യാൻ അദ്ദേഹം എങ്ങനെ ഫോഴ്സ് കൊടുത്തത്? താഴേന്ന് മുകളിലേക്ക് ഫോഴ്സ് കൊടുത്തു. അതായത് ഒരു പുൾ എഫക്റ്റിലാണ് ആ പെട്ടി ലിഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഫ്ലിക്കിംഗ് ഓഫ് കോയിൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ കോയിൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടത്തില്ലേ? അപ്പം അങ്ങനെ തട്ടുമ്പോൾ നമ്മൾ തള്ളി വിടുവാണ് ചെയ്യുന്നത് അല്ലേ? അതെന്താണ്? ഒരു പുഷ് എഫക്റ്റ് ആണ്. അടുത്തൊരു ഫിഗർ നോക്കി, കിക്കിംഗ്. അതായത് നമ്മൾ ഫുട്ബോൾ കാലുകൊണ്ട് നമ്മളിങ്ങനെ തട്ടി ഗോൾ അടിക്കത്തില്ലേ? അപ്പം അവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഒരു പുഷ് എഫക്റ്റ് ആണ് അല്ലേ? ഒരു തള്ളി ഫോഴ്സ് കൊടുത്ത വസ്തുവിനെ തള്ളി അകറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഒരു പുഷ് എഫക്റ്റ് ആണ്. അതുപോലെ ഹിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പുഷ് എഫക്റ്റ് ആണ്. ഷട്ടിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡോറ് ക്ലോസ് ചെയ്യുന്ന കാര്യം അല്ലേ? ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ മൊത്തത്തിൽ ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഓരോ ഫോഴ്സിലും ഒന്നെങ്കിൽ നമ്മൾ പുഷ് ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ പുൾ എന്ന് പറയുന്ന എഫക്റ്റ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരു വസ്തുവിലേക്ക് നമ്മൾ കൊടുക്കുന്ന പുഷ് അല്ലെങ്കിൽ പുൾ, അതിനെയാണ് നമ്മൾ ജനറലി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററായിട്ട് പറയുന്നത്. അതുപോലെ ഒരു വസ്തുവിൽ ഒരു മോഷൻ, ഒരു ഒബ്ജക്റ്റിൽ ഒരു മോഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം അല്ലേ? ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇവിടെ പൂ പറിക്കുന്ന കേസിലാണെങ്കിലും ഡോർ ക്ലോസ് ചെയ്യുന്ന കേസിലാണെങ്കിലും തുറക്കുന്ന കേസിലാണെങ്കിലും ലിഫ്റ്റ് ചെയ്യുന്ന കേസിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ വസ്തുവിന്, ആ ഫോഴ്സ് ഏത് വസ്തുവിലാണോ ഏൽക്കുന്നത് ആ വസ്തുവിന് ഒരു മോഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഒന്നെങ്കിൽ പുഷ് എന്ന് പറയുന്ന ഒരു നേച്ചറിലേക്കോ അല്ലെങ്കിൽ പുൾ എന്ന് പറയുന്ന നേച്ചറിലേക്കോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പുഷും പുള്ളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇവിടെ ഇടതുവശത്തായിട്ട് ഒരു കുട്ടി ഒരു ബോക്സ് എന്ത് ചെയ്യാണ്? തള്ളുകയാണ്, അതായത് പുഷ് ചെയ്യാണ്. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത് കുട്ടിയാണ്. ഫോഴ്സ് കൊടുക്കുന്ന കുട്ടിയിൽ നിന്നും അകന്നാണ് ആ ബോക്സ് പോകുന്നത് അല്ലേ? പക്ഷെ പുള്ളാണെങ്കിലോ, ഫോഴ്സ് കൊടുക്കുന്നത് അതേ കുട്ടി തന്നെയാണ്. പക്ഷേ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ആയിട്ട് ആ ഒരു ഫോഴ്സ് ഏത് വസ്തുവിലാണോ വരുന്നത് ആ വസ്തു ആ കൊടുക്കുന്ന ആളിലേക്ക് അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ പുഷ് എന്ന് പറയുന്നത് എപ്പോഴും എവേ ആയിരിക്കും, പുൾ എന്ന് പറയുന്നത് എപ്പോഴും ടുവേർഡ്സ് ആയിരിക്കും. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഇവിടെ ഒരു കാറ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ കാറിന് പിന്നിൽ ഒരാൾ വെറുതെ വന്നിങ്ങി നിൽക്കുകയാണ്, വെറുതെ കൈ കെട്ടി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കാറ് മൂവ് ചെയ്യുമോ? ഇല്ല. ആ കാറിൽ ഒരു പുഷ് കൊടുത്താൽ എന്ത് ചെയ്യും? ആ കാറ് മൂവ് ചെയ്യും അല്ലേ? ഇവിടെയാണ് മറ്റൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 2 ഒബ്ജക്ട്സ് മസ്റ്റ് ഇന്ററാക്ട് ഫോർ എ ഫോഴ്സ് ടു കം ഇൻ ടു പ്ലേ. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവിടെ ജനറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം 2 വസ്തുക്കൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കണം. മിനിമം 2 വസ്തുക്കൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കണം. എന്താണ് ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ? ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഒരു വസ്തുവിൻ്റെ ആക്ഷൻ മറ്റൊരു വസ്തുവിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവർക്കിടയിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. ഈ ഒരു മനുഷ്യൻ വെറുതെ കാറിൻ്റെ പുറകിൽ വന്ന് നിന്നാൽ കാർ മൂവ് ചെയ്യില്ല. അവിടെ അവർക്കിടയിൽ ഒരു ഇന്ററാക്ഷൻ ഇല്ല. പക്ഷെ രണ്ടാമത്തെ കേസിൽ എന്താണ്? അദ്ദേഹം നല്ല ഫോഴ്സിൽ ആ കാർ എന്ത് ചെയ്യുന്നുണ്ട്? പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു കാറിൽ ഒരു ഇൻഫ്ലുവൻസ് നടത്തുന്നുണ്ട്. എന്താണ് ആ ഇൻഫ്ലുവൻസ്? ആ കാറിലൊരു മോഷൻ നടക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇൻഫ്ലുവൻസ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഫോഴ്സസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കണം. ഇന്ററാക്ഷൻ നടക്കാൻ അറ്റ്ലീസ്റ്റ് എത്ര പേര് വേണം? 2 ഒബ്ജക്ട്സ് വേണം. അങ്ങനെ 2 ഒബ്ജക്ട്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ വഴിയാണ് നമുക്ക് ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഈ ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ ഫിഗറിൽ ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് എന്താണ്? പുഷ് ചെയ്യുന്നു. രണ്ടാമത്തെ പെൺകുട്ടി എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്റ്റിൽ പുഷ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫിഗറിലോ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് പുഷല്ല പുള്ളാണ് ചെയ്യുന്നത്, മറ്റേ ആളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പുൾ ചെയ്യുന്നു.
ഈ രണ്ടാമത്തെ സെയിം കേസ് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ഫിഗറും. ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു കാളെ അതിന് കയറിൽ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കുന്നു. കാള എന്ത് ചെയ്യുന്നു, തിരിച്ച് ഓപ്പോസിറ്റ് അതേ ഡയറക്ഷനിലേക്കും ഒരു പുള്ളാണ് കൊടുക്കുന്നത്. ഈ എല്ലാ കേസിലും നിങ്ങൾ കണ്ടോ, അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ആക്ഷൻ മറ്റേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇന്ററാക്ഷൻ കാരണം അവിടെ ഒരു ഫോഴ്സ് നടക്കുന്നില്ലേ. ഇപ്പൊ ആദ്യത്തെ കേസിൽ ഒരാൾ പുഷ് ചെയ്യുന്നു, മറ്റേ ആൾ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഷാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിലോ ഒരാൾ ഇങ്ങോട്ടേക്ക് വലിക്കുന്നു, ഒരാൾ ഇങ്ങോട്ടേക്ക് വലിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഇങ്ങോട്ടേക്കാണ് വലിക്കുന്നത്. അതേ സെയിം കേസ് തന്നെയാണ് തേർഡ് കേസും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് മിനിമം ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ കേസിൽ രണ്ട് പെൺകുട്ടി, രണ്ടാമത്തെ കേസിലും അതേപോലെ തന്നെ മൂന്നാമത്തെ കേസിൽ ഒരു മൃഗവും ഉണ്ട്, അതുപോലെ ഒരു മനുഷ്യനും ഉണ്ട്. അപ്പോൾ അവിടെ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുമ്പോഴാണ് അവിടെ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന കഥാപാത്രം ജനറേറ്റ് ആവുന്നത്. അടുത്തായിട്ട് നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് എന്ത് ചെയ്യാണ്, ഒരു കുട്ടി നല്ലൊരു ഫോഴ്സ് കൊടുത്ത് അതിനെ പുഷ് ചെയ്ത് മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാണ്. അപ്പോൾ കുട്ടി ഒരു പ്രഷർ കൊടുക്കുമ്പം ഒബിയസ്ലി അതൊരു കുറച്ച് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഈ കുട്ടിയുടെ കൂടെ അവൻ്റെ ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്ത് പെട്ടി മൂവ് ചെയ്യാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, രണ്ടുപേരുടെ ഫോഴ്സ് അവിടെ വന്നതുകൊണ്ട് ഒരു വലിയ ബലം അവിടെ കിട്ടി. അതുകൊണ്ട് എന്ത് ചെയ്തു, പെട്ടി കുറച്ചും കൂടെ ഫാസ്റ്റിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ മൂന്നാമത്തെ കേസിൽ ഒരാൾ ഒരു ഡയറക്ഷനിൽ പെട്ടി തള്ളി മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, മറ്റേ ആൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുഷ് ചെയ്ത് ബോക്സിനെ മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഈ കേസിൽ നമുക്ക് ബോക്സ് മൂവ് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, ഒരാൾ ഈ സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, മറ്റേ ആൾ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഈ പെട്ടിയുടെ വെയിറ്റും മറ്റേ ആൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെയും കൂടെ ഓവർകം ചെയ്തൊരു വലിയ ഫോഴ്സ് കൊടുത്താലേ നമുക്ക് ഈ ബോക്സിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, മോർ ഫോഴ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒരേ ഡയറക്ഷനിൽ നമ്മൾ ഒരു വസ്തുവിലേക്ക് ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വസ്തുവിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈസി ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വലിയൊരു ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടാണല്ലോ അതിന് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റിയത്. പക്ഷേ ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് നമ്മൾ കൊടുത്തതെങ്കിലോ, അതായത് ഒരാൾ ഈ ഡയറക്ഷനും ഒരാൾ ഈ ഡയറക്ഷനുമാണ്, അങ്ങനെയാണെങ്കിൽ ഹാർഡ് ടു മൂവ്, നമുക്ക് മൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇവിടെ നിന്ന് ആക്ച്വലി നമ്മൾ മറ്റൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഫോഴ്സസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ആർ ടു വൺ അനദർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വസ്തുവിലേക്ക് രണ്ട് ഫോഴ്സ് കൊടുത്തു എന്ന് വെക്കുക. ആ രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലേക്കാണ് ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് ഫോഴ്സും കൂടെ ആഡ് ചെയ്യണം. ആ രണ്ട് ഫോഴ്സും കൂടെ ആഡ് ചെയ്ത ആ ഒരു വലിയ ഫോഴ്സ് ആയിരിക്കും ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്, if the two forces act in opposite direction on an object, the net force acting on it is the difference between the two forces. നമ്മളൊരു വസ്തുവിൽ കൊടുക്കുന്ന ഫോഴ്സ് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലേ. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ രണ്ട് ഫോഴ്സസിന്റെ ഡിഫറൻസ് എടുക്കുക. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ്, ആഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുക. ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ പരിചയപ്പെട്ടല്ലേ. എന്താണ് നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസിന്റെയും കൂടെ ടോട്ടൽ സം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നെറ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ നെറ്റ് ഫോഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ തന്നിരിക്കുന്ന ഫോഴ്സ് സെയിം ഡയറക്ഷനിലാണോ, സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഒന്നും നോക്കണ്ട, ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന ഫോഴ്സസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് നെറ്റ് ഫോഴ്സ് കിട്ടും. തന്നിരിക്കുന്ന ഫോഴ്സസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ നെറ്റ് ഫോഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന രണ്ട് ഫോഴ്സസിന്റെയും കൂടി ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന് ഡയറക്ഷനും നമ്മൾ മെൻഷൻ ചെയ്യണം, മാഗ്നിറ്റ്യൂഡും മെൻഷൻ ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്ന പാരാമീറ്റർ കംപ്ലീറ്റ് ആവില്ല. ഡയറക്ഷൻ മാത്രം പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്ന പാരാമീറ്റർ കംപ്ലീറ്റ് ആവോ, ഇല്ല. രണ്ടും കൂടെ വന്നെങ്കിൽ മാത്രമേ ഫോഴ്സ് എന്ന് പറയുന്ന പാരാമീറ്റർ കംപ്ലീറ്റ് ആവുള്ളൂ. ഞാനൊരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എങ്ങോട്ട് കൊടുത്തു അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ കൊടുത്തു എന്ന് പറഞ്ഞെങ്കിലേ അതിനൊരു കംപ്ലീഷൻ ആവുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്ന് പറഞ്ഞാൽ 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കംപ്ലീറ്റ് ആവില്ല, ഡയറക്ഷനും കൂടെ പറയണം. 5 ന്യൂട്ടൺ ഞാൻ ലെഫ്റ്റിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇറ്റ് മേക്ക് സെൻസ് അല്ലേ, ഇത് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലെ, ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് കൊടുത്തത് എത്ര ബലമാണ്, ആ ബലത്തിന്റെ ശക്തി, ആ ഫോഴ്സിന്റെ ശക്തി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ആ ഒരു ശക്തിയാണ് അല്ലെ. ഇപ്പൊ ഞാൻ ഈ ഒരു ചെറിയ ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു, ചെറിയ മാഗ്നിറ്റ്യൂഡാണ്. ഇതോ കുറച്ചും കൂടി ഒരു വലിയ മാഗ്നിറ്റ്യൂഡാണ്. പക്ഷെ ഇത് രണ്ടും എന്താണ്, ഒരേ ഡയറക്ഷനിലേക്കാണ് പോയിരിക്കുന്നത്. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനെ നമുക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ പറയുന്ന ഡയറക്ഷനും അതുപോലെ മാഗ്നിറ്റ്യൂഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സിനെ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. വടംവലി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിപ്പം നമ്മളെ റോപ്പാണെന്ന് വിചാരിക്കാം, വടംവലിക്കുള്ള റോപ്പാണെന്ന് വിചാരിക്കാം. ഇതൊരു ടീം, ഇതൊരു ടീം. ഈ രണ്ട് ടീംസും
ഒരേപോലെ ഫോഴ്സ് കൊടുക്കുമ്പം ഈ റോപ്പ് നമുക്ക് അനങ്ങാത്ത പോലെ തോന്നും അല്ലേ. ഇനി ഈ ടീം കുറച്ച് കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ ഈ റോപ്പ് ഇങ്ങോട്ടേക്ക് നീങ്ങി വരും. ഈ ടീമാണ് കുറച്ചും കൂടെ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ റോപ്പ് ഇങ്ങോട്ടേക്കായിരിക്കും നീങ്ങുന്നത് അല്ലേ. ഇവിടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും. ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ, അതായത് ഇതൊരു റോപ്പാണ്, റോപ്പിൽ രണ്ടുപേരും ഒരേ ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ റോപ്പ് അനങ്ങാതിരിക്കുന്ന പോലെ നമുക്ക് തോന്നുമെന്ന് പറഞ്ഞു. കാരണം എന്താണ്, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ആ കൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ്, ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ്, അത് രണ്ടും ഒരേ ഫോഴ്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് ഒരു 3 ന്യൂട്ടൺ ഫോഴ്സ്, ഇതും 3 ന്യൂട്ടൺ ഫോഴ്സ് ആണെങ്കിൽ 3 - 3 ബിക്കോസ് ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ 3 - 3 എന്ന് പറയുമ്പോൾ 0 ന്യൂട്ടൺ ആണ് വരുന്നത്. നെറ്റ് എഫക്റ്റിൽ ഇതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. നെറ്റ് ഫോഴ്സ് എന്താണ്? 0. ഇൻഡിവിജ്വൽ ഫോഴ്സ് അല്ല, നെറ്റ് ഫോഴ്സ് ആണ് 0. ഇൻഡിവിജ്വൽ ഫോഴ്സ് ഇങ്ങോട്ട് 3 ന്യൂട്ടണോ ഇങ്ങോട്ട് 3 ന്യൂട്ടണോ ഉണ്ടായിരിക്കും. പക്ഷെ നെറ്റ് എഫക്റ്റിൽ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് 3 - 3 നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പം നെറ്റ് ഫോഴ്സ് 0 വരും. അപ്പോൾ ഈ റോപ്പ് അനങ്ങാത്ത പോലെ നമുക്ക് തോന്നും. ആ കണ്ടീഷനാണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഫോഴ്സ്, ഇതൊരു ഫോഴ്സ്, അവർ ബാലൻസ്ഡ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് വൈസ്. പക്ഷെ ഡയറക്ഷൻ വൈസോ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ദേ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് ദ നെറ്റ് ഫോഴ്സ് ബിക്കം 0. അങ്ങനെയാണെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു ടഗ് ഓഫ് വാറിലെ റോപ്പ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു ടീം, ഇതൊരു ടീം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടീം, ഈ ടീം ജയിക്കുകയാണ്. ഈ ടീം ജയിക്കണമെങ്കിൽ ഈ ടീം കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ റോപ്പ് ഇങ്ങോട്ടേക്ക് നീങ്ങും. അപ്പോൾ ഇവിടെ എന്താണ്, ഫോഴ്സ് കൂടുതലാണ്, ഈ ടീമിൽ ഫോഴ്സ് കുറവാണ്. അതുകൊണ്ട് നെറ്റ് എഫക്റ്റിൽ ഇവിടെ ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നൊരു കാറ്റഗറിയിൽ വരുത്തണമെങ്കിൽ ഒരാൾ കൂടുതലും മറ്റേ ആൾ കുറവായിരിക്കും. പക്ഷെ ബാലൻസ്ഡിലോ രണ്ടും എന്താണ്, ഒരേ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാലൻസ്ഡ് ഫോഴ്സിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അൺബാലൻസ്ഡ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 അല്ല, നോൺ 0 ആയിട്ടുള്ള ഒരു നെറ്റ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കും. 2 ന്യൂട്ടണോ 3 ന്യൂട്ടണോ എന്തുമാകാം, നോൺ 0 ആയിട്ട് ഒരു നെറ്റ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് 5 ന്യൂട്ടണും ഇങ്ങോട്ടേക്ക് 2 ന്യൂട്ടണും ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഡിഫറൻസ് എടുക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 5 - 2 3 ന്യൂട്ടൺ ആയിരിക്കും ഇവിടെ നെറ്റ് എഫക്റ്റിൽ വരുന്നത്. പക്ഷേ ഇങ്ങോട്ടും 5 ആണ്, ഇങ്ങോട്ടും 5 ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ടേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഫോഴ്സസ്, ദെൻ വി ഗെറ്റ് 5 - 5 = 0. അപ്പോൾ അവിടെ ബാലൻസ്ഡ് ഫോഴ്സിൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ നെറ്റ് ഫോഴ്സ് 0 എന്നുള്ളതായിരിക്കും ആ കേസിൽ വരുന്നത്. ഇവിടെ നോക്കി, ഇവിടെ നല്ല ക്ലിയർ ആയിട്ടൊരു ഫിഗർ വെച്ചിട്ട് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. നോക്കി, ഒന്നാമത്തെ ഫിഗർ എന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഫോഴ്സ് ആണ് അല്ലേ. ഒരു കുട്ടി വലത്തേക്ക് 10 ന്യൂട്ടൺ കൊടുക്കുന്നു, മറ്റേ ആൾ 10 ന്യൂട്ടൺ തന്നെ പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഈ കൊടുക്കുന്ന കേസിൽ, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ബോക്സ് മൂവ് ചെയ്യത്തില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവിടെ ഒരു മോഷൻ നടക്കണമെങ്കിൽ ഫോഴ്സ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട് അവിടെ മോഷൻ നടക്കുമോ? ഇല്ല. പക്ഷേ രണ്ടാമത്തെ അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ കേസിൽ എന്താണ്, ഒരാൾ വലത്തേക്ക് 10 ന്യൂട്ടൺ കൊടുത്തു, മറ്റേ ആൾ ഇടത്തേക്ക് 4 ന്യൂട്ടൺ കൊടുത്തു. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പം സോ ടേക്ക് ദ ഡിഫറൻസ്. 10 - 4 എന്ന് പറയുമ്പോൾ 6 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അവിടെ വരുന്നത്. ഈ 6 ന്യൂട്ടൺ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഒബിയസ്ലി വലിയ ഫോഴ്സ് വരുന്ന ഡയറക്ഷനിലേക്കല്ലേ വസ്തു മൂവ് ചെയ്യത്തുള്ളൂ. വലിയ ഫോഴ്സ് ഇവിടെ ഏതാണ്? 10 ന്യൂട്ടൺ ഉണ്ട്, 4 ന്യൂട്ടൺ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും വലുത്? 10 ന്യൂട്ടൺ ആണ് അല്ലേ. 10 ന്യൂട്ടന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, വലത്തേക്കാണ്. അതുകൊണ്ട് ഈ നെറ്റ് എഫക്റ്റിൽ വരുന്ന 10 - 4 6 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10 ന്യൂട്ടന്റെ, അതായത് വലിയ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനായിട്ടുള്ള വലത്തേക്ക് തന്നെ, റൈറ്റിലേക്ക് തന്നെയായിരിക്കും ബോക്സ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ച് ഒരു ചെറിയ പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഒരു ബോക്സ് ഉണ്ട്. ആ ഫിഗർ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഒരു ബോക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, 20 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സും 60 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഒരേ ഡയറക്ഷനിലേക്ക്, 20 ന്യൂട്ടൺ ഇങ്ങോട്ട് 60 ന്യൂട്ടൺ ഇങ്ങോട്ട് ഒരേ ഡയറക്ഷനിലേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണും? നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മുടെ മൈൻഡ്സിൽ നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തിയാലും കുഴപ്പമില്ല. സെയിം ഡയറക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ റിമൈൻഡ് ചെയ്യുക. ഓക്കെ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അഡീഷൻ ആണ് ചെയ്യേണ്ടത് അല്ലേ. അതുകൊണ്ട് ഇവിടെ സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ 16 20 കൂടെ കൂട്ടി നെറ്റ് എഫക്റ്റിൽ 80 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ബോക്സിലേക്ക് വരുന്നത്. ഇവിടെ മറ്റൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ബോക്സിൽ ഞാൻ 16 ന്യൂട്ടൺ ഫോഴ്സും 20 ന്യൂട്ടണും നേരത്തെ ഒരേ സൈഡിൽ നിന്നാണ് കൊടുത്തത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, 16 ന്യൂട്ടൺ ഇങ്ങോട്ടേക്കും 20 ന്യൂട്ടൺ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഈ ഒരു ബോക്സിലേക്ക് കണ്ടോ, ഈ ഒരു ബോക്സിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പം എങ്ങനെയാണ് നെറ്റ് ഫോഴ്സ് കാണുക? ഈ ഒരു മെയിൻ പോയിന്റ് ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളുക. ഡയറക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഡിഫറൻസ് ആയിരിക്കും എടുക്കുന്നത്. 60 - 20 എന്ന് പറയുന്ന 40 ന്യൂട്ടൺ ഫോഴ്സ് ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും രണ്ടും ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡയറക്ഷനോ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിനോ അല്ലെങ്കിൽ രണ്ടിനും ചേഞ്ച് വന്നാലും
ഒരു ഫോഴ്സ് ഒരു വസ്തുവിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കൂടെ വന്നാലേ ഫോഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഫോഴ്സ് പറയുന്നത് രണ്ടുപേരും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വ്യത്യാസം വന്നാലോ ഇനി അതല്ല രണ്ടുപേർക്കും വ്യത്യാസം വന്നാലോ ആ ഫോഴ്സ് ഒരു വസ്തുവിൽ കൊടുക്കുന്ന എഫക്റ്റിന് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് എന്ത് ചെയ്യും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ഈ ഒരു കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബോക്സിലേക്ക് ഈ പെൻ യൂസ് ചെയ്ത് ഞാനൊരു ഫോഴ്സ് കൊടുക്കാൻ പോവാണ്. ഞാൻ കൊടുക്കുന്നത് ഒരു 2 ന്യൂട്ടൺ ഫോഴ്സ് ആണ് വിചാരിക്കുക. 2 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ചെറിയ ഫോഴ്സ് ആണ്. അപ്പൊ ഞാൻ ചെറിയ ഒരു പുഷ് കൊടുത്തു. ഇപ്പൊ ഇത് വളരെ പതിയാണ് മൂവ് ചെയ്തത് അല്ലേ. ഇനി ഒരു 4 ന്യൂട്ടൺ ഫോഴ്സിന്റെ ഇരട്ടി ഫോഴ്സ് ഞാൻ കൊടുത്തു. കുറച്ചും കൂടെ സ്പീഡിൽ ഇത് മൂവ് ചെയ്തു. ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ വ്യത്യാസം വന്നോ? ഇല്ല, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇത് തന്നെയാണ്. പക്ഷെ ആ 2 ന്യൂട്ടൺ ഫോഴ്സും 4 ന്യൂട്ടൺ ഫോഴ്സും ഒന്ന് ഞാൻ ചെറിയ ഫോഴ്സ് കൊടുത്തു, ഒന്ന് ഞാൻ വലിയ ഫോഴ്സ് കൊടുത്തു. എഫക്റ്റിന് വ്യത്യാസം വന്നില്ലേ? കാരണം ആദ്യം എന്താണ്, വളരെ പതിയെ നീങ്ങുന്നത്. രണ്ടാമത് ഞാൻ കുറച്ചും കൂടെ വലിയ ഫോഴ്സ് കൊടുത്തപ്പോൾ അത് കുറച്ചും കൂടെ ഒരു സ്പീഡിൽ എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അപ്പം ഇവിടെ എഫക്റ്റിന് വ്യത്യാസം വന്നു. ഇവിടെ ഡയറക്ഷൻ മാറിയിട്ടില്ല, മാഗ്നിറ്റ്യൂഡിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ എഫക്റ്റിന് വ്യത്യാസം വന്നു. ഇനി ഈ പറയുന്ന സെയിം കേസ് തന്നെ നമുക്ക് ഡയറക്ഷൻ മാറ്റിയിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. 5 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു. ബോക്സ് ഇങ്ങോട്ടേക്കാണ് നീങ്ങിയത്. അടുത്ത കേസിൽ ഇതേ 5 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ടോ മുന്നിലേക്ക് കൊടുത്തു. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത് അല്ലേ. ഇതിന്റെ എഫക്റ്റിന് വ്യത്യാസം വന്നില്ലേ? ഞാൻ കൊടുത്തത് 5 ന്യൂട്ടൺ ഫോഴ്സാണ്, പക്ഷെ എന്ത് ചെയ്തു, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷെ ഈ കേസിൽ ഡയറക്ഷൻ മാറി, ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് അങ്ങോട്ടേക്കുമാണ് കൊടുത്തത്. അപ്പൊ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇതിന്റെ എഫക്റ്റിലും വ്യത്യാസം വന്നു. ഡയറക്ഷന് ഇത് മൂവ് ചെയ്ത ഡയറക്ഷനിലെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എഫക്റ്റിലെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു പാരാമീറ്റർ ആയതുകൊണ്ട് ഈ പറയുന്ന ആർക്കെങ്കിലും ഒരാൾക്കോ ഇനി അതല്ല രണ്ട് പാരാമീറ്റേഴ്സിനും മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും വ്യത്യാസം വന്നാലും ഒരാൾക്ക് വ്യത്യാസം വന്നാലും ഈ ഫോഴ്സ് ആ ഏത് ഒബ്ജക്റ്റിലാണോ നമ്മൾ കൊടുക്കുന്നത് ആ വസ്തുവിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു വസ്തുവിൽ കൊടുക്കുന്ന ഫോഴ്സ്, രണ്ട് ഫോഴ്സസ് സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് ഒന്നും ആയിരിക്കുകയില്ല. നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസസിൽ ആ ഒബ്ജക്റ്റിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ മോഷനെ എഫക്റ്റ് ചെയ്യുന്നത് ഈ നെറ്റ് ഫോഴ്സ് ആയിരിക്കും, സിംഗിൾ ഫോഴ്സ് അല്ല. ഈ ഒരു ഉദാഹരണം ശ്രദ്ധിച്ചേ. ഇവിടെ 2 പേര് ഒരു ബോക്സ് തള്ളുന്നുണ്ട് അല്ലേ. അപ്പം ഒരാളുടെ ഫോഴ്സ് കൊണ്ട് മാത്രമാണോ അത് മൂവ് ചെയ്തേ? അല്ല, 2 പേരുടെ ഫോഴ്സും ഉണ്ട്. അപ്പൊ ഇൻഡിവിജ്വലി അല്ല, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഉള്ള എഫക്റ്റ് അല്ല ആ ഒരു ബോക്സിനെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു മോഷന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫോഴ്സ് കാരണമല്ല, ഇവർ 2 പേരും കൂടെ ചേർന്ന് കൊടുത്ത ഫോഴ്സിന്റെ ഒരു ആകത്തുക, ഒരു നെറ്റ് ഫോഴ്സ് കൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ബോക്സ് ഇവിടെ മൂവ് ചെയ്യുന്നത്. ഈ സെയിം കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അടുത്തായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ടേബിളിന് മുകളിൽ ഒരു ബോൾ വെച്ചിട്ടുണ്ട്, കണ്ടോ. ആ ബോള് തുടക്കത്തിൽ എന്താണ്, റെസ്റ്റിലാണ് ഇരിക്കുന്നത്. ഈ റെഡ് ലെറ്ററിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഡെസ്കിൽ നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു, ബോൾ വെച്ചിരിക്കുന്നു. ബോൾ എന്തിലാണ്, റെസ്റ്റിലാണ്. രണ്ടാമത്തെ കേസിൽ ഈ ഒരു ബോളിനെ ഞാൻ എന്ത് ചെയ്തു, കൈവച്ച് ഒന്ന് തട്ടിയപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ബോൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. അതായത് ബോൾ സ്റ്റാർട്ട്സ് മൂവിങ്. അടുത്ത ഹൈലൈറ്റ് ആണ് സ്റ്റാർട്ട്സ് മൂവിങ്, അതായത് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കിയേ. ഈ മൂന്നാമത്തെ ഫിഗറിൽ നമ്മൾ എന്താ ചെയ്തേ, ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളാണ്. ആ ബോളിനെ ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്തു, പുറകിൽ നിന്ന് പോയി ഒരു പുഷും കൂടെ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചും കൂടെ സ്പീഡിൽ ആ ബോൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് സ്പീഡ് ഓഫ് ദ ബോൾ ഇൻക്രീസസ്, സ്പീഡ് ഇൻക്രീസസ്. ഇതാണ് ഇവിടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. മൈൻഡിൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ് സ്പീഡ് ഇൻക്രീസ് എന്നുള്ള പോയിന്റ് ആണ്. ലാസ്റ്റ് ഫിഗർ ഉണ്ടോ, ഈ ലാസ്റ്റ് ഫിഗറിൽ എന്താ നമ്മൾ ചെയ്തത്, ഓൾറെഡി എന്താണ്, ബോൾ ഇങ്ങനെ ഉരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉരുണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ബോളിന്റെ ഫ്രണ്ടിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ ഒന്നിങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ബോൾ വന്നിങ്ങനെ തട്ടിയപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഞാൻ കൈ എടുത്ത് മാറ്റി. അപ്പൊ എന്ത് ചെയ്തു, തട്ടിയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അവിടെ കൊടുത്തതുകൊണ്ട് ആ ബോളിന്റെ സ്പീഡ് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ സ്പീഡ് റെഡ്യൂസസ്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും ബോൾ പതിയെ ഉരുണ്ടുരുണ്ട് റെസ്റ്റിലേക്ക് വരും. അതായത് സ്പീഡ് റെഡ്യൂസസ് അടുത്ത ഹൈലൈറ്റ് പോയിന്റ് ആണ്. ആൻഡ് എഗെയിൻ അതെന്തിലേക്ക് വന്നു, റെസ്റ്റിലേക്ക് വന്നു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഒരു വസ്തുവിന്റെ സ്പീഡിന് വ്യത്യാസം വരുത്തണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഫോഴ്സ് കൊടുക്കാം. ഓൾറെഡി റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ നമ്മൾ ഒരു ഫോഴ്സും കൂടെ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ സ്പീഡ് എൻ്റെ ചേഞ്ച് ചെയ്തല്ലോ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കി. ഇഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ഒബ്ജക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് മോഷൻ നടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു മൂവ്മെന്റ് നടക്കുന്ന അതേ ഡയറക്ഷനിൽ ഞാൻ ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, ബോൾ ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്ന ബോളിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഞാൻ എന്ത് ചെയ്തു, ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു പുഷ്, ചെറിയൊരു പുഷ് കൊടുത്തു. അപ്പൊ അതെന്ത് ചെയ്തു, അതിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫോഴ്സിന്റെ കേസിൽ പറഞ്ഞില്ലേ, ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും രണ്ടും വേണം എന്ന് പറഞ്ഞാൽ ആ സെയിം
ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. സ്റ്റേറ്റ് ഓഫ് മോഷനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പീഡും വേണം ഡയറക്ഷനും വേണം. ഈ ബോക്സിൽ കൊടുത്തേക്കുന്ന നോക്കിയേ, ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് സ്പീഡ്, ഒന്നാമത്തെ കാര്യം, ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഈ രണ്ട് കാര്യവും കൂടെ ചേർന്നിട്ടാണ് സ്റ്റേറ്റ് ഓഫ് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ ഫോഴ്സിന്റെ കേസിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്ന് പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഓഫ് മോഷനെ കംപ്ലീറ്റ്ലി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ മോഷന്റെ സ്പീഡ് ഉണ്ടെങ്കിൽ സ്പീഡ് എത്രയാണെന്ന് പറയണം, ഡയറക്ഷനും മെൻഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ് ഓഫ് മോഷനെ കംപ്ലീറ്റ്ലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നാമത്തെ ഫിഗറിൽ ഒരു ബോൾ റെസ്റ്റിലിരിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. അവിടെ ആ വസ്തു എന്തിലിരിക്കുകയാണ്, മൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് റെസ്റ്റിലിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ് ഓഫ് മോഷനെ നമ്മൾ എന്ന് വിളിക്കും, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. റെസ്റ്റിലാണ് ആ വസ്തു ഇരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് സീറോ സ്പീഡ് എന്ന് വിളിക്കാം. കാരണം എന്താണ്, സ്പീഡ് ഇല്ലല്ലോ, സ്പീഡ് ഇല്ല, അത് വെറുതെ ഇങ്ങനെ റെസ്റ്റിലിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് സീറോ സ്പീഡ് എന്നും കൂടെ പറയാൻ പറ്റും. ഒരു വസ്തു റെസ്റ്റിലിരുന്നാലും ഒരു വസ്തു മോഷനിലാണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണെന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ റെസ്റ്റിലിരിക്കുന്ന കേസിൽ അതിനെ സ്പെസിഫിക്കലി നമ്മൾ എന്ത് വിളിക്കും, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സീറോ സ്പീഡ് എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്തായിരിക്കും? ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഓഫ് മോഷനിൽ ഡയറക്ഷൻ പ്ലസ് സ്പീഡാണ്. ഡയറക്ഷനും മെൻഷൻ ചെയ്യണം, സ്പീഡും മെൻഷൻ ചെയ്യണം. ഇത് രണ്ടും കൂടെ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ പറഞ്ഞ അതേ കേസ് തന്നെ സ്പീഡിന് ചേഞ്ച് വരുമോ ഡയറക്ഷന് ചേഞ്ച് വരുമോ? ഇനി അതല്ല, സ്പീഡിനും ഡയറക്ഷനും ഒരു വസ്തുവിന്റെ ചേഞ്ച് വന്നാൽ അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷന് ചേഞ്ച് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ അതിൽ സ്പീഡിനും കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഡയറക്ഷനും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നും മാറിയാലും ഇനി രണ്ടും മാറിയാലും നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഒരു ഫോഴ്സിന് ഒരു വസ്തുവിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഓൾറെഡി അത് നമ്മൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞു അല്ലേ. ആദ്യം റെസ്റ്റിലിരുന്നു, അപ്പൊ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സീറോ സ്പീഡിലാണ്. അതിൽ നിന്ന് അതെന്ത് ചെയ്തു, മൂവ് ചെയ്തു, അതിന്റെ സ്പീഡുമായി ഡയറക്ഷനുമായി. അപ്പൊ അതെന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റ് അതിനെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടാണ് മാറിയത്. ഓൾറെഡി മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡ് നമ്മൾ കൂട്ടി, ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോഴ്സ് കൊടുത്തു വീണ്ടും. അപ്പോഴും എന്താണ്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിൽ വ്യത്യാസം വന്നു. കാരണം എന്താണ്, സ്പീഡ് കൂടി. അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ കേസസിലും ഒരു ഫോഴ്സ് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ, ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഒരു വസ്തുവിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷന് നമുക്ക് വ്യത്യാസം വരുത്താൻ അല്ലെങ്കിൽ ചേഞ്ച് വരുത്താനായിട്ട് പറ്റുന്നത്. ഫോഴ്സ് കാരണം ഒരു വസ്തു മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഫോഴ്സ് കാരണം ഒരു വസ്തുവിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മോഷൻ മാത്രമാണോ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കിയേ, നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കാണല്ലേ ഒരാള്. ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ നമ്മളപ്പോൾ ഇങ്ങനെ ഇടിച്ച് പരത്തുമ്പോൾ എന്താണ്, അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ടല്ലേ. നമുക്ക് ആ മാവ് എടുത്ത് എന്ത് ചെയ്യാം, റോൾ ചെയ്യാൻ പറ്റും, നീളത്തിൽ നമുക്ക് പരത്താൻ പറ്റും, നല്ല തിൻ ഒരു ലെയറായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ആ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ സ്ഥാനമാറ്റം അതിനുണ്ടാവുന്നുണ്ടോ, ഒരു മോഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതിന്റെ ഷേപ്പിനാണല്ലേ വ്യത്യാസം ഉണ്ടാവുന്നത്. അതേപോലെ നമ്മൾ സൈക്കിളിന്റെ സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പം സീറ്റിന് താഴെ ഒരു സ്പ്രിംഗ് ഉണ്ടായിരിക്കും. ആ സ്പ്രിംഗ് എന്ത് ചെയ്യും, നമ്മൾ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന വെയിറ്റ് കൊണ്ട് അത് എന്ത് ചെയ്യും, ഒന്ന് കംപ്രസ് ആകും. അപ്പൊ കംപ്രസ് ആകുമ്പോൾ അവിടെ ഒരു ചലനം, ഒരു മോഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെ ഷേപ്പ് നേരത്തെ ഇങ്ങനെയായിരുന്നു, അതൊന്ന് കംപ്രസ് ആയി, ഷേപ്പിന് എന്ത് ചെയ്തു, വ്യത്യാസം വന്നു. അതേപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു ആണി ഇങ്ങനെ തറച്ചിട്ട് അതിലൊരു റബ്ബർ ബാൻഡ് കെട്ടി താഴെ ഒരു വെയിറ്റ് ഇട്ടേക്കാണ്. അപ്പൊ ആദ്യം റബ്ബർ ബാൻഡ് ഇങ്ങനെ കിടക്കുമായിരിക്കും, നമ്മൾ വെയിറ്റ് വിടുമ്പോൾ എന്ത് ചെയ്യും, ആ റബ്ബർ ബാൻഡ് താഴേക്ക് സ്ട്രെച്ച് ചെയ്യും. അപ്പൊ അവിടെ ഒരു മോഷൻ അല്ല സംഭവിച്ചത്, ഒരു ഷേപ്പ്, അതിന്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഷേപ്പിൽ നിന്ന് ഒരു ഷേപ്പിന്റെ ചേഞ്ച് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതേപോലെ നാലാമത്തെ എക്സാമ്പിൾ നോക്കിയേ, രണ്ട് ഇഷ്ടികയുടെ സെറ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു മെറ്റൽ ഷീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ്, ഇനി ഒരു ഷീറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു വെയിറ്റ് വെച്ചു. അങ്ങനെ ആ വെയിറ്റ് വെച്ച കാരണം കണ്ടോ, ഈ വസ്തുവിന് എന്താണ്, ഒരു വളവ് വന്നല്ലേ, ഒരു ബെൻഡാണ് വന്നത്. അതും എന്താണ്, ഒരു ചേഞ്ച് ഇൻ ഷേപ്പാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കെല്ലാം എന്ത് മനസ്സിലാക്കാം, ഫോഴ്സ് ഫോഴ്സ് കൊടുക്കുമ്പം നമുക്ക് മോഷൻ മാത്രമല്ല ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരു വസ്തുവിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനും ഈ പറയുന്ന ഫോഴ്സിനെ കൊണ്ട് പറ്റും. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്ന ആൾ ഒരു ചില്ലറക്കാരനല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോഴ്സിന് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്നെന്താണ്, ഒരു വസ്തുവിനെ റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യിക്കാനായിട്ട് ഫോഴ്സിന് പറ്റും. അതുപോലെ സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും, സ്പീഡ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ അതിന്റെ ഫൈനലി നമ്മൾ പറഞ്ഞു, മോഷൻ മാത്രമല്ല ഒരു വസ്തുവിന്റെ ഷേപ്പിന് ചേഞ്ച് വരുത്താനും ഈ പറയുന്ന ഫോഴ്സിനെ കൊണ്ട് പറ്റും. ഈ റെഡ് ലെറ്ററിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു കാര്യവും ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനൊരു ചേഞ്ച് ഒരു വസ്തുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഫോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫോഴ്സ് ആണ് ഈ പറയുന്ന റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് പറ്റും, സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും ഫോഴ്സിനെ വെച്ച് അല്ലെങ്കിൽ ഫോഴ്സിനെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കി, നമ്മൾ ഡെയിലി ലൈഫിലെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു കുട്ടി ഫുട്ബോൾ കിക്ക് ചെയ്യാണ് അല്ലേ.
അപ്പോൾ നോക്കി നമ്മൾ കാലുകൊണ്ട് ഈ ഒരു പോർഷനിൽ കിക്ക് ചെയ്യുമ്പോഴാണ് ആ ബോൾ തെറിച്ച് പോകുന്നത്. അതുപോലെ ഇവിടെ ഒരു കുട്ടി ഷോപ്പിംഗ് കാർട്ട് ഇങ്ങനെ പുള്ളിയാണ്. അപ്പം ആ കൈ യൂസ് ചെയ്ത് നമ്മൾ അവിടെ പിടിച്ച് ആണ് തള്ളുന്നത്, എന്നാലേ അത് മൂവ് ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മൾ പെൻസിൽ യൂസ് ചെയ്ത് എഴുതുന്നു, ഇവിടെ ഇങ്ങനെ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലേ, പെൻസിലും ബുക്കും തമ്മിൽ. അതുപോലെ നമ്മളുടെ കൈയും അതുപോലെ പെൻസിലും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്പോഞ്ചിൽ നിന്ന് വാട്ടർ സ്ക്വീസ് ചെയ്ത് കളയുമ്പോൾ നമ്മളുടെ കൈയും അതുപോലെ സ്പോഞ്ചും തമ്മിൽ ഇവിടെ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. അതുപോലെ ക്യാരംസ് ബോർഡ് നമ്മൾ കളിക്കുമ്പോൾ ഇവിടെയും നമ്മളുടെ ഫിംഗറുമായിട്ടൊരു കോണ്ടാക്ട് വരുന്നുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ കൊടുക്കുന്ന ഫോഴ്സസ് എല്ലാം നമ്മൾ ആർക്കാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ ആളിലെ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. ഈ കൈൻഡ് ഓഫ് ഫോഴ്സസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോണ്ടാക്ട് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, ആ രണ്ട് ഒബ്ജക്ട്സിനും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്ട് വരുമ്പോഴാണ് ആ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കേസസിലെല്ലാം അങ്ങനെയാണ്. ഫോഴ്സ് കൊടുക്കുന്നത് ആരിലേക്കാണോ ഫോഴ്സ് കൊടുക്കുന്നത് അവർ തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ടച്ച് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോണ്ടാക്ട് ഫോഴ്സ്, അല്ലെങ്കിൽ ആ കാറ്റഗറി ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ ഒരു കാറ്റഗറി ഓഫ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, മസ്കുലാർ ഫോഴ്സ്. മസ്കുലാർ ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലെ മസിൽസിന്റെ ആക്ഷൻസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് മസ്കുലാർ ഫോഴ്സ്. അപ്പൊ ഈ മസ്കുലാർ ഫോഴ്സ് കാരണമാണ് നമുക്ക് നമ്മുടെ ബോഡി മൂവ് ചെയ്യാന് ബെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നത്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന കേസിൽ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും അല്ലെ, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് മസിലിന്റെ മൂവ്മെന്റ് അവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എക്സ്ഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും മസിൽ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു മസ്കുലാർ മൂവ്മെന്റ് ആയിട്ട് നമുക്ക് പറയാം. വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഈ മസ്കുലാർ ഫോഴ്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് മസ്കുലാർ ഫോഴ്സിനെ നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? കോണ്ടാക്ട് ഫോഴ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താം. നമ്മൾ ഒരു ബോളിനെ ഇങ്ങനെ ഉരുട്ടി വിട്ടു, ഒരു ഗ്രൗണ്ടിൽ കൂടെ ബോളിനെ ഇങ്ങനെ ഉരുട്ടി വിട്ടു. ബോൾ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമോ? ഇല്ല, കുറച്ച് കഴിയുമ്പോൾ അത് ഉരുണ്ട് എന്ത് ചെയ്യും? തനിയെ അത് നിൽക്കും. എന്തുകൊണ്ട് തനിയെ നിൽക്കുന്നേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൂവ് ചെയ്യുന്ന ഒരു സാധനത്തിനെ നമുക്ക് റെസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് കൊടുക്കണം. ഈ ബോൾ മൂവ് ചെയ്യുമായിരുന്നു, നമ്മൾ ആരും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഉരുണ്ട് ഒരിടത്ത് ചെന്നപ്പോൾ അത് നിന്ന് പോയത്? അപ്പൊ എന്തെങ്കിലും ഒരു ഫോഴ്സ് അതിൽ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അത് നിൽക്കില്ലല്ലോ. അതിന്റെ ചേഞ്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മൾ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ്. ആ റെസ്റ്റിൽ മോഷനിലിരിക്കുന്ന സാധനം റെസ്റ്റിലേക്ക് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട്. എന്തായിരിക്കും ആ ഫോഴ്സ്? ആ ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബോൾ ഇങ്ങനെ മൂവ് ചെയ്ത് വരികയാണ്. ഈ മൂവ് ചെയ്ത് വരുന്ന ബോളിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇതിന്റെ മോഷന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്താലല്ലേ ഇത് നിൽക്കുള്ളൂ. അപ്പൊ ഫ്രിക്ഷന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഫ്രിക്ഷന്റെ ഡയറക്ഷൻ. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ മോഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറസ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഫ്രിക്ഷന്റെ ഡെഫിനിഷൻ നോക്കാം. ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് that opposes the motion of one object moving over another. ഒരു വസ്തുവിന്റെ മേലെ മറ്റൊരു വസ്തു മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മൂവ് ചെയ്യുന്ന വസ്തുവിൽ ഈ നമ്മുടെ ഫ്ലോർ തിരിച്ചു കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഇവിടെ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണിത്. ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മോഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നു, ആ ഉരുണ്ട് വരുന്ന ബോളിനെ നിർത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ മോഷന്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ കൊടുത്താൽ നിൽക്കുമോ? ഇല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്താലേ അത് നിൽക്കുകയുള്ളൂ. അപ്പം ഫ്രിക്ഷൻ എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെ ആയിരിക്കും? മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. മോഷന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഫ്രിക്ഷൻ ഒരു സാധനം വരണമെങ്കിൽ എന്ത് വേണം? ആ വസ്തുവും അതുപോലെ ഫ്ലോറും തമ്മിലൊരു കോണ്ടാക്ട് വേണം. അതുകൊണ്ട് ഫ്രിക്ഷൻ എന്ന് പറയുന്നതും ഒരു കോണ്ടാക്ട് ഫോഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളാണ്. എല്ലാ ഫോഴ്സസും കോണ്ടാക്ട് ഫോഴ്സ് ആണോ? ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു മരത്തിൽ ആപ്പിള് പഴുത്തപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ ഞെട്ടറ്റ് താഴേക്ക് വീണു. ഞെട്ടറ്റു, പക്ഷെ അത് താഴേക്കാണ് വീണത്. നമ്മളിങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് താഴെ ഇട്ടതാണോ? അല്ല. ഒരു കോണ്ടാക്ട് ഫോഴ്സ് കൊടുത്ത് താഴേക്ക് കൊണ്ടുവന്നാണോ? അല്ല. അതെങ്ങനെയോ താഴേക്ക് വീണു. അതെങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കും. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാന്തം കൊടുത്തിട്ടുണ്ട്. കാന്തത്തിനടുത്തായിട്ട് നമ്മൾ കുറച്ച് പേപ്പർ ക്ലിപ്സ് ഇട്ടിട്ടുണ്ട്. അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേ ഈ പേപ്പർ ക്ലിപ്സ് ഈ കാന്തത്തിൽ ഇങ്ങനെ പെട്ടെന്ന് അട്രാക്ട് ആവും അല്ലെ. അല്ലാതെ നമ്മൾ അവിടെ ജസ്റ്റ് ഫിസിക്കൽ കോണ്ടാക്ടോ ടച്ചോ ഒന്നും വന്നില്ല. ജസ്റ്റ് ആ പരിസരത്ത് കൊണ്ടുവരുമ്പോഴേ പെട്ടെന്ന് ഇത് അട്രാക്ട് ചെയ്ത് കാന്തത്തിലേക്ക് ഒട്ടിപ്പറ്റി നമുക്ക് കാണാൻ പറ്റും. ഈ 2 കേസിലും ഒരു കോണ്ടാക്റ്റും വന്നിട്ടില്ല. ഒരു കോണ്ടാക്റ്റും വരാതെയാണ് ഇവിടെ ഒരു ഫോഴ്സ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഫോഴ്സും കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് നിർബന്ധമുണ്ടോ? യാതൊരു നിർബന്ധവും ഇല്ല. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വേറെ തന്നെ കുറെ ആളുകളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സുമാണ്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. കോണ്ടാക്ട് ഫോഴ്സസിനകത്ത് മസ്കുലാർ ഫോഴ്സും ഫ്രിക്ഷനും വരുന്നുണ്ട്. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സിൽ വരുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തൊക്കെയാണെന്ന് ഓരോന്ന് നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഫോഴ്സ്
ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിലോ മറ്റൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിലോ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. നമ്മുടെ കയ്യിൽ 2 കാന്തമുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് അട്രാക്ട് ചെയ്യും. ഇത്തരത്തിലൊരു മാഗ്നറ്റ് ഇമ്പാർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ കേസിൽ കോണ്ടാക്ട് ഉണ്ടാവണമെന്നുണ്ടോ? 2 വസ്തുക്കളെ കോണ്ടാക്ട് ഉണ്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു കേസിൽ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യും? ഇത് സപ്പോസ് ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളും ആണെന്ന് വിചാരിക്കുക. 2 ഡിഫറെന്റ് പോൾസ് ആണ്. ഇവർ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇതെന്താണ്? ഒരു അൺലൈക്ക് പോൾസ് ആണ്. സപ്പോസ് ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഇതും ഇത് തന്നെയാണ്, നോർത്ത് പോൾ ആണ്. ആ കേസിൽ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ നമ്മൾ കോണ്ടാക്റ്റിൽ കൊണ്ടുവരാതെ തന്നെ എന്താണ് അവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. അതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ചാർജസ് നമുക്ക് 2 ടൈപ്പ് ചാർജസ് അറിയാം. ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും. അത്രയും കാര്യം നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് അറിയാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു ടേബിൾ വേണം, ഒരു ഷീറ്റ് ഓഫ് പേപ്പർ വേണം, ഒരു നൂല് വേണം, പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്ട്രോ വേണം. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്ട്രോ എന്ത് ചെയ്യും? നമ്മൾ കട്ട് ചെയ്ത് ഈക്വലി 2 പീസാക്കും. എന്നിട്ട് ഒരു പീസ് ഒരു ടേബിളിന്റെ അറ്റത്ത് നമ്മൾ ഈ ത്രെഡ് വെച്ച് കെട്ടി തൂക്കി ഈ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ ഇടും. അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു പീസ് ഉണ്ടല്ലോ, മുറിച്ചതിന്റെ ഒരു പീസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ആ പീസിനെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഒരു എൻഡ് ഇതുപോലെ ഒരു പേപ്പർ വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യും. കുറേ നേരം നമ്മളിങ്ങനെ റബ്ബ് ചെയ്യും. റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ റബ്ബ് ചെയ്ത ഈ സ്ട്രോ ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന സ്ട്രോയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പീസ് ഓഫ് സ്ട്രോയെ നമ്മൾ റബ്ബ് ചെയ്യും. അതേപോലെ ഈ ഹാങ് ചെയ്തിരിക്കുന്ന സ്ട്രോയെ നമ്മൾ എന്ത് ചെയ്യും? ഈ പേപ്പർ യൂസ് ചെയ്ത് നല്ലോണം റബ്ബ് ചെയ്യും. ആ കേസിൽ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സ്ട്രോ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്ത് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോ മാത്രം നമ്മൾ പേപ്പറിൽ റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പം ഈ ഒരു സ്ട്രോ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ 2 സ്ട്രോയും ഞാൻ എന്ത് ചെയ്തു? പേപ്പർ യൂസ് ചെയ്ത് റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്തിട്ട് രണ്ടും കൂടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പം റിപ്പൽ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ കേസിൽ അട്രാക്റ്റീവ് ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ റിപ്പൽ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ 2 വസ്തുക്കളെ തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് പോസിറ്റീവ് ചാർജും ഒരാൾക്ക് നെഗറ്റീവ് ചാർജും വരുന്നുണ്ട്. അപ്പോൾ ആ ചാർജിന്റെ പ്രസൻസ് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ നടക്കുന്നത്. ഇവിടെ റിപ്പൽഷൻ നടക്കുന്നത് പേപ്പർ കൊണ്ട് നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഈ 2 ആളുകൾക്ക് ഒരേ ചാർജ് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യും? അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. നമ്മുടെ ഇലക്ട്രിക് കറണ്ടും ഇലക്ട്രോസ്റ്റാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നാണ് അർത്ഥം. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? റെസ്റ്റ് എന്നാണ് അർത്ഥം. കറണ്ടിൽ ചാർജസിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്, പക്ഷെ ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ ചാർജ് ഉണ്ട്, പക്ഷെ അത് മൂവ് ചെയ്യുന്നില്ല, അത് റെസ്റ്റിലിരിക്കുകയാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്തേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പം നമ്മൾ കണ്ട വീഡിയോയിൽ ആദ്യത്തെ ക്ലിപ്പിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കാർഡ്. ആ കാർഡ് ഞാൻ ഒന്നിലും റബ്ബൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പേപ്പർ ഇങ്ങനെ പിച്ച് കീറിയിട്ടതിന് മേളിൽ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് കൊണ്ടുവച്ചു. പക്ഷെ അവർക്കിടയിൽ അട്രാക്ഷൻ ഒന്നുമില്ല, കാരണം അവർക്കിടയിൽ എന്തില്ല? ചാർജസ് ഒന്നുമില്ല, ഒരാൾക്കും ഒന്നും ചാർജസ് ഇല്ല. പക്ഷെ രണ്ടാമത്തെ ക്ലിപ്പിൽ എന്താണ്? ആ മേളിൽ കൊണ്ടുവന്ന് വെച്ച കാർഡ് ഞാനൊന്ന് റബ്ബ് ചെയ്തു, ഒരു ഡെസ്കിൽ ഇട്ടൊന്ന് റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്തപ്പോൾ അതിന് ചാർജ് കിട്ടി. അങ്ങനെ ചാർജ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് ഞാൻ ആ പേപ്പറിന് മേളിൽ കൊണ്ടത് വെച്ചപ്പം അത് ആ പേപ്പറിന് എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു, ബിക്കോസ് ഓഫ് ദിസ് ചാർജ്. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്കിന്റെ ഒരു എക്സാമ്പിൾ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ, നമ്മൾ കോണ്ടാക്റ്റിൽ കൊണ്ട് വെച്ചില്ല, ജസ്റ്റ് ടോപ്പിൽ വെച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആ പേപ്പർ പാർട്സിന് എന്ത് ചെയ്തു? പെട്ടെന്ന് ഈ കാർഡ് അങ്ങ് അട്രാക്ട് ചെയ്ത് മുകളിലേക്ക് അട്രാക്ട് ചെയ്തെടുത്തു. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ചാർജ്ഡ് ബോഡി, ഒരു ചാർജ്ഡ് ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ആർക്ക് മേൽ? ഓൺ അനദർ ചാർജ്ഡ് ഓർ അൺചാർജ്ഡ് ബോഡി. അപ്പുറത്ത് നിൽക്കുന്ന ആള് ഒന്നെങ്കിൽ ചാർജ് ഉള്ള ആളാവാം, അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത ആളാവാം. ഇപ്പോൾ ഈ ഒരു കേസിൽ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു? ഈ കിടക്കുന്ന സ്ട്രോയ്ക്ക് ചാർജ് ഇല്ലായിരുന്നു, ഈ ആൾക്ക് മാത്രമേ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ കേസിലോ രണ്ടാമത്തെ ഒബ്സർവേഷൻ 2-ലാണെങ്കിലോ 2 പേർക്കും എന്തുണ്ട്? ചാർജ് ഉണ്ട്. അതാണ് ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ആള് ഡെഫിനറ്റ്ലി ഒരു ചാർജ്ഡ് ബോഡി ആയിരിക്കും. ആരിൽ എക്സേർട്ട് ചെയ്യുന്നു? അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒന്നെങ്കിൽ ചാർജ് ഉള്ള ആളാവാം, അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത ആളാകാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്.
ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇലകളൊക്കെ പൊഴിയുമ്പോൾ അതെങ്ങനെയാണ്, താഴോട്ടാണ് പോകുന്നത് അല്ലേ? നമ്മളാരും പിടിച്ചുകൊണ്ട് താഴേക്ക് ഇടുന്നതല്ല, അത് തനിയെ താഴേക്ക് പോകുന്നു. ഒരു പേന നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും നീന്നു താഴേക്കാണ് വീഴുന്നത്. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികളും എന്താണ്, താഴേക്കാണ് വരുന്നത്. ഒരു ബോൾ കണ്ടോ, നമ്മൾ എറിഞ്ഞ് മേളിൽ പോയിട്ട് എന്താണ്, താഴേക്കാണ് വീഴുന്നത്. എന്തുകൊണ്ടാണ് ഇത് താഴേക്ക് വീഴുന്നത്? നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു മോഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. മോഷൻ സംഭവിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഏത് ഫോഴ്സ് ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ മോഷന് കാരണം? അതിനുത്തരമാണ് ഈ കൊടുത്തിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്ട്സ് ഓർ തിങ്സ് fall towards the earth because it pulls them. നമ്മുടെ ഭൂമി അതിന് മേലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആപ്പിള് ഞെട്ടറ്റു, പക്ഷെ അത് താഴേക്ക് വീണ് എന്തുകൊണ്ടാണ്? എർത്ത് ആ ആപ്പിളിനെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വലിച്ചടിപ്പിക്കുകയാണ്, ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് ഇങ്ങനെ അട്രാക്ട് ചെയ്യണം. അതുകൊണ്ടാണ് അത് താഴേക്ക് വന്നത്. ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗ്രാവിറ്റി എന്ന് പറയാം. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. നമ്മൾ റിപ്പൽ ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. ഭൂമി എല്ലാത്തിനും അതിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യണം, അട്രാക്ട് ചെയ്യുകയാണ്. ഓൾവേസ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരിക്കലും റിപ്പൾസീവ് ഫോഴ്സ് ആയിട്ട് വരില്ല. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നമ്മൾ പഠിച്ചു വെച്ചോണം. ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന വസ്തുക്കൾക്ക് മാസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അത് അട്രാക്റ്റീവ് ഇൻ നേച്ചറും ആയിരിക്കും. അതിപ്പോൾ എത്ര വലിയ മാസ് ഉള്ളത് എടുത്താലും ചെറിയ മാസ് ഉള്ളത് എടുത്താലും എന്താണ്, എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയ ഇഷ്ടിക താഴേക്ക് വീണു, എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് താഴേക്ക് വന്നത്. ഒരു ചെറിയ അപ്പൂപ്പൻ താടി, അത് കാറ്റത്ത് ഇങ്ങനെ പതിയെ പറന്ന് അറ്റ് ലാസ്റ്റ് അത് എവിടെയാണ്, എർത്തിന്റെ സർഫസിലാണ് വന്ന് വീഴുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എർത്ത് അതിന്റെ ടുവേർഡ്സ് അതിന്റെ സെന്ററിലേക്ക് ഈ പറയുന്ന അപ്പൂപ്പൻ താടി ആയാലും ശരി, ഇഷ്ടിക ആയാലും ശരി, കല്ലായാലും ശരി, എന്തോ ആയാലും ശരി, എർത്ത് അതിന്റെ സെന്ററിലേക്ക് ഇതിനെ എല്ലാം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എർത്ത് അതിന്റെ സെന്ററിലേക്ക് എല്ലാ വസ്തുക്കളെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ പറഞ്ഞു. അത് മാത്രമാണോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? അല്ല. ഈ യൂണിവേഴ്സിലുള്ള ഏതൊരു വലിയ വസ്തുവും ചെറിയ വസ്തു എടുത്താലും, എത്ര ദൂരെയുള്ള രണ്ട് വസ്തുക്കൾ എടുത്താലും, അവർ തമ്മിലെല്ലാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഇപ്പം ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇടയിൽ എന്തുണ്ട്, ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. എനിക്കും മാസമുണ്ട്, നിങ്ങൾക്കും മാസമുണ്ട്. മാസമുള്ള രണ്ട് വസ്തുക്കളാണോ? അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എത്ര ദൂരത്തും ആയിക്കോട്ടെ അവർക്കിടയിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളും സൂര്യനും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. നിലവിൽ ഇപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്. ആ പ്രോക്സിമ സെഞ്ചുറിയും നമ്മൾക്കും ഇടയിൽ പോലും എന്തുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. കാരണം അതിനും മാസമുണ്ട്, നമുക്കും മാസമുണ്ട്. പക്ഷെ ആ ഒരു ഫോഴ്സ് നമുക്ക് എഫക്റ്റ് ആയിട്ട് തോന്നാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ഫീബിൾ ആയിട്ടുള്ള, വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഈ പ്രോക്സിമ സെഞ്ചുറി നമ്മൾക്കിടയിൽ പോലും ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഫീൽ ചെയ്യാത്തത്. അത് വളരെ ഫീബിൾ ആയിട്ടുള്ള, വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. ഇങ്ങനൊരു ഫോഴ്സ് നമ്മൾക്കിടയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാത്തതിന്റെ റീസൺ അതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ചാപ്റ്ററിൽ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടിൽ നമുക്ക് പ്രഷറിനെ കുറിച്ച് പഠിക്കാം. നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഇത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ മിസ്സാക്കാതെ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.